ഗുരുഭ്യോ മന്ത്രമൂർത്തികൾക്കും കർമ്മമാർക്കും നമസ്കാരം. സദസ്സിലിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഏറെ ബഹുമാന്യനായ സംപൂജ്യ സ്വാമിജി, ഈ സദസ്സിൻ്റെ അധ്യക്ഷനായിട്ടുള്ള വലിയവർമ്മ രാജ, ഒപ്പം വേദിയിലെ മഹത് വ്യക്തിത്വങ്ങൾ, വലിയൊരു സന്തോഷം തോന്നുകയാണ് എന്നെപ്പോലെ ഒരാൾക്ക് ഇത്തരത്തിലൊരു സദസ്സിനെ, ഒരു ജ്ഞാനയജ്ഞത്തെ, അതാണ് ഞാൻ ഇതായത്, ഒരു ജ്ഞാനയജ്ഞത്തിൻ്റെ ഒരു ഉദ്ഘാടനം, അതിൻ്റെ ഒരു വേഷം കെട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, അറിയില്ല അതിന് മാത്രമൊക്കെ യോഗ്യത ഉണ്ടോയെന്ന് വെച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഗീത ജ്ഞാനയജ്ഞമാണ്. പരമമായ ഒരു ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന മഹത്തായ ഒരു സന്ദർഭം. അത്തരത്തിലൊരു സന്ദർഭത്തിൽ അങ്ങനൊരു സദസ്സ്, അത് ഉദ്ഘാടകനാവുക എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു നിയോഗമോ അല്ലെങ്കിൽ ഒരു ചില നമ്മളിൽ നിന്ന് അന്യമായ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അന്യം എന്ന് പറയുന്നില്ല, നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത എന്നാൽ നമ്മളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ചില അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ഇതാ ഇന്ന് പ്രകാരം ഇങ്ങനെ നടക്കണം എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഓരോ ജീവിതത്തിലും ഓരോ ദിവസവും ഓരോ താളുകളും പൂർവ്വനിശ്ചിതം എന്ന് പറയുന്ന ഒരു ആസ്പദത്തിൽ കെട്ടി നിൽക്കുന്നതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലുള്ള പല സന്ദർഭങ്ങളിലും അത് അനുഭവത്തിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അത്തരത്തിൽ ആ പൂർവജന്മകൃതമായിട്ടുള്ള ഒരു നിയോഗം ഇന്ന് ഈ സദസ്സിൽ നമ്മൾ മുഖാമുഖം കാണാൻ, എന്നോ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനൊരു കുഞ്ഞു ജന്മമായിട്ടെടുത്ത് അന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാകാം ഇന്നേ ദിവസം ഇവിടെ വരണമെന്നും ഇവിടെ നമ്മൾ മുഖാമുഖം കാണേണ്ടവരാണ് എന്നും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാകാം. ആ ഒരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ടാവാം എനിക്കിന്ന് ഇങ്ങനെ ഒരു അവസരം എന്നല്ല, ഒരു അംഗീകാരം കിട്ടിയതെന്നാണ് ഞാൻ കരുതുന്നത്. നിശ്ചയമായിട്ടും വലിയൊരു മഹത്തരമായിട്ടുള്ളൊരു സന്ദർഭം. ഗീത ജ്ഞാനയജ്ഞമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ആ ജ്ഞാനത്തിൻ്റെ അമൃതധാര നുകരാൻ ഉള്ളൊരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. ഗീതയെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, അതെന്താന്നുള്ളതോ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും രണ്ട് വാക്ക് നമ്മളുടെ ഇപ്പോഴത്തെ സമകാലിക സാഹചര്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലാണ് അങ്ങനൊരു വ്യക്തിയാണ് ഗീതയെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനൊരു സിറ്റുവേഷൻ, ഒരു യുദ്ധഭൂമിയിലാണ് ആ ഒരു ഗീത ആദ്യമായിട്ട് ഭഗവാനിൽ നിന്ന് കേൾക്കാൻ അർജുനന് യോഗം ഉണ്ടാകുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ സംഘർഷഭരിതമായിട്ടുള്ള പല 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 സിറ്റുവേഷനുകൾ ഉണ്ടാകും. നമ്മൾ ആകെ തളർന്നു പോകുന്ന പല പല സന്ദർഭങ്ങൾ ഉണ്ടാകാം. വ്യക്തിഗതമായിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കാം അതിൻ്റെ അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലൊക്കെ വന്നിട്ടുണ്ടാകുക. അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ ആ വിഷയത്തെ, ആ സന്ദർഭത്തെ നേരിടണം എന്നുള്ളതിന് ഇതിലും വലിയൊരു പറഞ്ഞു തരൽ വേറെ ഉണ്ടോ? ഒരു യുദ്ധഭൂമിയിൽ വെച്ച് ഇനി എന്ത് എന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ ഒരു ഉപദേശ രൂപത്തിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു സന്ദർഭം. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഗീത പ്രസക്തമാകുന്നത്.
ഞാൻ അതിൻ്റെ ഒരു തമാശ കലർന്ന ഒരു വിഷയം ചിന്തിക്കാറുണ്ട്. സത്യത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്ത ആ ഗീത, സത്യത്തിൽ നമ്മളതല്ല കേൾക്കുന്നത്. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കേൾക്കുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട്, സഞ്ജയൻ ഒരു റിപ്പോർട്ടറാണ്, ലൈവ് റിപ്പോർട്ടിംഗ് ആണ്. ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വൈകുന്നേരം അടുപ്പ് കൂട്ടി ചർച്ച ചാനലിൽ തന്ത്രം പാളിയോ എന്നൊക്കെയുള്ളൊരു ചോദ്യമൊക്കെ വെച്ച് അത് ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. കാരണം സഞ്ജയനാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതുകൊണ്ട് ഒരു സംശയമില്ല, അതിൽ കൂടുതലും ഉണ്ടാവില്ല, കുറവും ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ കാലത്തുള്ള സമകാലിക സാഹചര്യത്തിലുള്ള ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു, എത്രയൊക്കെ അതിനകത്ത് കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെടും, എന്തൊക്കെ ഒഴിവാക്കപ്പെടും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? ഞാൻ പലപ്പോഴും ആ നിലയിലാണ് ഇത്തരം വിഷയങ്ങളെ സമകാലിക സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഇതെങ്ങനെ കാണാൻ പറ്റും എന്ന് ചിന്തിക്കാറുണ്ട്. സഞ്ജയനായതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് എന്ന് ഉറപ്പിക്കാം. മറ്റാരും അല്ലല്ലോ നമ്മളോടത് പറയുന്നത്, സഞ്ജയനാണല്ലോ പറയുന്നത്. മഹാഭാരതം എഴുതിയത് പോലും ഈ ഗീത പറയാനാണോ എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാനൊരു പുസ്തകം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് മഹാഭാരതം മുഴുവൻ ഇങ്ങനെ റെഫർ ചെയ്യുകയുണ്ടായി. വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ വ്യാസഭാരതം ഗദ്യം, അത് മുഴുവനായിട്ട് ആ സമയത്താണ്. അല്ലാതെ ഗീത അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ കുറേ ഇൻ്റർപ്രറ്റഡ് കഥകൾ, പുസ്തകങ്ങൾ, നോവലുകളൊക്കെ വായിച്ചെന്നല്ലാതെ മുഴുവനായിട്ട് വായന എന്ന് പറയുന്നത് സത്യത്തിൽ അതുവരെ ഉണ്ടായിരുന്നില്ല. ഞാൻ അഭിമന്യുവിനെ കേന്ദ്രീകരിച്ചും കൊണ്ടൊരു നോവൽ എഴുതിയുണ്ടായി. ആ സന്ദർഭത്തിലാണ് മഹാഭാരതം പൂർണ്ണമായിട്ട് സത്യം പറഞ്ഞാൽ വായിക്കുന്നത്. അതുവരെ വായിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അവിടെ ഇവിടെയും കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്ന മഹാഭാരത കഥകൾ മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് റെഫർ ചെയ്യുന്നു. സത്യത്തിൽ എനിക്ക് അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, വ്യാസൻ സത്യത്തിൽ ഇത് പറയാൻ വേണ്ടിയിട്ടല്ലേ അത് മുഴുവൻ എഴുതിയത്. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഒരു ക്രീം ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എങ്ങനെയാണ് കഴിക്കുകയെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ക്രീം ബിസ്ക്കറ്റ് അങ്ങ് അടർത്തി മാറ്റിയിട്ട് അതിൻ്റെ നടുവിലുള്ള ക്രീം മാത്രം അത് തോണ്ടി തിന്നും. അതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ഇത്. അത് കഴിഞ്ഞിട്ടേ ബിസ്ക്കറ്റ് കഴിക്കുള്ളൂ. അപ്പുറം ഇപ്പുറമുള്ള ബിസ്ക്കറ്റ്. പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ട്? നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പൊട്ടിച്ച് തിന്നെ, അല്ലെങ്കിൽ അത് കടിച്ച് തിന്നെ, അല്ലെങ്കിൽ ചായയിൽ മുക്കിയിട്ട് തിന്നെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ കുട്ടികൾക്കറിയാം ഇതിൻ്റെ ക്രീം ഇരിക്കുന്നതിനകത്താണ്. അത് രണ്ടിനെയും പൊതിഞ്ഞ് വെച്ചേക്കാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാമ്പ്, ആ ക്രീമി ആയിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം യഥാർത്ഥത്തിൽ ആദ്യം കഴിക്കേണ്ടത് ഇതാണ് എന്ന് കുട്ടികളുടെ അടുത്ത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ചെറിയൊരു കുട്ടീനെ നോക്കി, ഒരു 2 വയസ്സുള്ള കുട്ടി ആയിക്കോട്ടെ, അതിന് ആദ്യമായിട്ട് ക്രീം ബിസ്ക്കറ്റ് കൊടുത്താൽ പോലും ഒരു പക്ഷേ അത് കഴിക്കുക ഇങ്ങനെയായിരിക്കും. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല കുട്ടികളത് കഴിക്കുന്നത്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇതിനിങ്ങനെ ക്രീം ആയിട്ടുള്ള, യഥാർത്ഥത്തിൽ ഇതിനെ അങ്ങോട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുക, 2 ഭാഗത്ത് കഥകളെ കൊണ്ട് പൊതിഞ്ഞ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള തത്വബോധത്തെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കണ്ടന്റ്, അതാ അവിടെയാണ് നിങ്ങൾ വായിക്കേണ്ടുന്ന യഥാർത്ഥത്തിലുള്ള തല, അതാണ്, അതിലേക്ക് എത്തിക്കുകയാണ്. അതിൽ നിന്ന് പിന്നെ പുറത്തേക്കും കിടക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് ഒരു ആകെത്തുകയായിട്ടൊരു സംഗ്രഹിച്ചിട്ടുള്ളൊരു എലമെന്റ് അവിടെ ചേർത്തേക്കാണ് എന്ന് തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ അത് പൂർണ്ണമായിട്ട് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ മഹാഭാരതം പൂർണ്ണമായി വായിക്കുമ്പോഴാണ് അതിനെ അവിടെ കൃത്യമായി അതിനൊരു സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യം വരുന്നത്. അല്ലെങ്കിൽ ആ സ്പേസിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് പുറംചട്ടകൾ എന്ന പോലെ ആ മുഴുവൻ കഥയും പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഇതെൻ്റെ മാത്രം ഒരു വെർഷനാണ്, അത് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്, അത് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഗീത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു ജ്ഞാന ഗ്രന്ഥം തന്നെയാണ്. പലപ്പോഴും സെമറ്റിക് മതങ്ങളെ വെച്ച് തുലനം ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു മതഗ്രന്ഥം എന്നുള്ള നിലയിൽ ഹിന്ദുക്കളുടെ ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഗീതയെ അതിനകത്ത് കോട്ട് ചെയ്യുന്ന കാണാറുണ്ട്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൗതുകം തോന്നും. സെമിറ്റിക് മതങ്ങൾ മുഴുവൻ ചില മതശാസനങ്ങളോ കൽപ്പനകളോ ഇങ്ങനെ ചെയ്തോളണം, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഭയപ്പെടുത്തലുകളോ ആണെന്നുണ്ടെങ്കിൽ ഗീതയിൽ അങ്ങനെ ഒന്നുമല്ല ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം എന്നുള്ള ഒരു വളരെ വളരെ ലിബറൽ ആയിട്ടില്ല. ഇത് ഇന്നതൊക്കെയാണ് ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇന്ന വിഷയങ്ങൾ നീ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം. സ്വന്തം ബുദ്ധി കൊണ്ട് സ്വന്തം ആത്മാവിനോട് ചോദിച്ച് അതിനെ വേണ്ടുന്ന വിധത്തിൽ ഉൾക്കൊണ്ടുകൊള്ളാനാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അങ്ങനൊരു സാധനം, അതിനെ പറ്റിയിട്ടുള്ളൊരു ജ്ഞാന സന്ദർഭം, അതിൻ്റെ ഒരു വല്ലാത്തൊരു തലം ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പോവുകയാണ്. എൻ്റെ മുതുമുത്തശ്ശൻ, അമ്മയുടെ മുത്തശ്ശൻ, പ്രശസ്തനായിട്ടുള്ളൊരു ഭാഗവത ആചാര്യനായിരുന്നു. വാഴകുന്നം നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ഭക്തശിരോമണി വാഴകുന്നം നമ്പൂതിരിപ്പാടെന്ന് ആണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, ഭാഗവത തീവണ്ടി എന്ന് പറഞ്ഞിട്ട്. 12 കമ്പാർട്ട്മെൻറ്റുകളിലുള്ള ഒരു തീവണ്ടിയുടെ രൂപത്തിൽ ഭാഗവതത്തെ ഇതാക്കിയിട്ട് അതിൻ്റെ ഒരു കവിതാ സമാഹാരം പോലെ ഒരു രസകരമായിട്ട് അത് എഴുതിയതാണ്. അപ്പം എനിക്ക് തോന്നാറുണ്ട് ഇതേമാതിരി ഗീത 18 കമ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു തീവണ്ടിയെ പോലെ നമുക്കതിനെ ചിന്തിക്കാം. ഓരോ കമ്പാർട്ട്മെൻറ്റുകളിലും പല 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 തരത്തിൽ അതിനെ വിശദമായിട്ട് ഇത് മുഴുവൻ കൊണ്ടുപോകുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. പക്ഷെ ഓരോ കമ്പാർട്ട്മെൻറ്റുകളും ഓരോ വിഷയങ്ങളിലൂടെയാണ് അതിനെ, ഓരോ തരത്തിലാണ് ഈ ഒരേ വിഷയത്തെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഇതിനെ മൊത്തത്തിൽ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കാറുണ്ട് അല്ലേ ഗീതയെ. ആകെയുള്ള 18 അധ്യായങ്ങൾ. ആദ്യത്തെ അധ്യായത്തിൽ മുഴുവൻ ഒരാളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ആശങ്കകളും ആകുലതകളും ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഒരു ടീസറാണ്. ഇനി എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടീസറാണ്, ഒരു കർട്ടൻ റൈസറാണ്. അപ്കമിങ് അധ്യായങ്ങളിൽ ഇന്ന വിധത്തിലാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അവസാനത്തെ അധ്യായത്തിൽ 18ാമത്തെ അധ്യായത്തിൽ ഇത് മുഴുവൻ വീണ്ടും ഒന്ന് സംഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു കൺക്ലൂഷനുമാണ്. ആ നിലയിലാണ് ഈ 18 അധ്യായങ്ങളെ വളരെ ഭംഗിയായിട്ട് ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്കൂടെ ഈ 18 അധ്യായങ്ങളിലൂടെ നമ്മൾ ഈ ഒരു തീവണ്ടി യാത്ര പോലെ തുറന്നുള്ള ദിവസങ്ങളിൽ പോകാൻ ഉള്ളൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അവിടെ അങ്ങനൊരു സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിനും നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുന്നതിനും ഒരു അനുഗ്രഹം, ഒരു നിയോഗം എന്നിൽ വന്നു ചേർന്നത് അത് ഭഗവാന്റെ ഒരു നിയോഗമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. വലിയൊരു അംഗീകാരമായിട്ട് കൂടി കരുതിക്കൊണ്ട് വല്ലാതെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ അധിക ഭാഷണം അല്ല നിങ്ങളിവിടെ കാത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഗീതാജ്ഞാന യജ്ഞത്തിൻ്റെ ആ ഒരു ഏറ്റവും മനോഹരമായ സന്ദർഭമാണ് നിങ്ങൾ ഓരോരുത്തരും കാത്തു നിൽക്കുന്നത്. അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന ആ ഒരു നിയോഗം, ഒരു ചുമതല മാത്രമാണ്. അതിലേക്കുള്ളൊരു ഒരു സ്വിച്ച് ഓൺ എന്ന് മാത്രമേ ഞാൻ ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്ക് കിട്ടിയതിൽ എല്ലാവിധ നന്ദിയും ഈ സംഘാടകർക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ സ്വാമിജിക്കും വലിയ മുരാനും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികൾക്കും ആദ്യമായി നമസ്കാരം. ഇന്നത്തേത് ചെറുക്കല്ലേ ഇവിടെയുള്ളത് നല്ലൊരു അന്തരീക്ഷമാണ് എന്ന് ഞാൻ കരുതുകയാണ്. സദസ്സ് ഇത്ര നിറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ധാരാളം ആധ്യാത്മിക പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ട് പരിചയിച്ച ഒരു എറുഡൈറ്റ്, ഒരു വിദ്യാസമ്പന്നരായ പ്രേക്ഷകർ അല്ലെങ്കിൽ കേൾക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നത് സ്വാമിജിക്കും നല്ലൊരു കാര്യമാണ്. കാരണം അദ്ദേഹം പറയുന്നത് മുഴുവനുമായും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇവിടെ വളരെ വിജയകരമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഗത്ഭമതിയുടെ സംഭാഷണം കേൾക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ അതും ഇതും പറഞ്ഞ് ഞാൻ സമയം വൈകിക്കുന്നില്ല. എന്നാൽ ഈ അന്തരീക്ഷം വാസ്തവത്തിൽ ഈ ബാക്ക്ഡ്രോപ്പ് തന്നെ കർമ്മനിരതനായ അർജുനാണ്. ഇത് അർജുനെ കൊണ്ട് ചെയ്യിക്കാനാണ് ആ സാരഥിയായ
ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞത്, ഒരു ഗീത മുഴുവൻ പറഞ്ഞത്. ആദ്യം തന്നെ മഹാഭാരത കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരു കാവ്യം ചമച്ചേ ഞാൻ തികച്ചും ബുധപൂരിതം. അങ്ങനെയൊക്കെ ചമച്ചിരിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ വ്യാസൻ പറയും, ഒരു കാവ്യം ചമച്ചേ ഞാൻ തികച്ചും ബുധപൂരിതം, പക്ഷെ എനിക്ക് ഇത് എഴുതാൻ ഒരാളെ കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ ബ്രഹ്മാവ് പറയും, നിങ്ങൾ ഗണേശനെ സ്മരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഗണപതിയെ സ്മരിച്ചത്. അതെല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഗണേശൻ വന്ന് എഴുതി എടുത്തു. അപ്പോൾ എഴുതുന്ന സമയത്ത് ഗണേശൻ അങ്ങോട്ടേക്കൊരു കണ്ടീഷൻ വെക്കും, എനിക്ക് എഴുത്താണി നിലച്ചു പോവരുത്, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു തരണം എന്ന് പറയും. അപ്പോൾ വ്യാസൻ പറയും, അത് പറയാം, പക്ഷേ അങ്ങോട്ടേക്കൊരു കണ്ടീഷൻ ഉണ്ട്, അർത്ഥം മനസ്സിലാക്കാതെ ഒന്നും എഴുതി പോകരുത് എന്ന് പറയും. അപ്പോൾ നമുക്ക് തമാശ പറയാം, വ്യാസന് ഒന്ന് കഞ്ഞി കുടിക്കാൻ പോകണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തികൾക്ക് പോകണം എന്ന് തോന്നിയാൽ ഒരു ഗ്രന്ഥിക്ക് മുരടുണ്ടാക്കി മാമുനി എന്നാണ്. വളരെ ബുദ്ധിമുട്ടുള്ള, അർത്ഥം മനസ്സിലാക്കാൻ ക്ലേശകരമായ ഒരു ഗ്രന്ഥം ഉണ്ടാക്കും. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ 32 വരിയുള്ള ഒരു ശ്ലോകം. അത് ഗണേശൻ ആലോചിച്ച് അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് എഴുതാൻ ആ എഴുത്താണിയൊക്കെ വെച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് വ്യാസൻ അവനവൻ്റെ പണി കഴിഞ്ഞ് വരും, വീണ്ടും എഴുത്താരംഭിക്കും. അങ്ങനെ അതിമനോഹരമായ ഒരു സൃഷ്ടി എന്ന് വ്യാസൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ അതിലുള്ള കഥയും ഉപകഥയും അതിൻ്റെ ഉള്ളിലെ കഥയും ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നതും ആരാണ് പറഞ്ഞതെന്ന് മനസ്സിലാവാത്ത സ്ഥിതിയും ഒക്കെയുള്ള ഒരു അതിബൃഹത്തായ ഒരു കഥ മഹാഭാരതം. അതിലുള്ള ഒരു പ്രത്യേക സന്ദർഭമാണ് ഈ ഗീത. അത് ഞാൻ ഒറ്റ ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ ആശംസാ പ്രസംഗം നിർത്താം. അത് ഇന്നലെ ഒരു എതിർച്ചയായി ഉണ്ടായ സംഭവമാണ്. വളരെ യാദൃച്ഛികമായി ഇന്നലെ ഉണ്ടായ സംഭവമാണ്. അത് ഇവിടെ സുരേഷൊക്കെ പറഞ്ഞ പോലെ കളരിപ്പയറ്റാണ് എൻ്റെ വിഷയം. അത് മാത്രമല്ല, കളരിപ്പയറ്റേ അറിയുകയുള്ളൂ താനും. ദിവസേന വൈകുന്നേരം കളരിയിൽ പോകും. അവിടെ കുറേ കുട്ടികളുണ്ട്, അവരൊക്കെ പഠിപ്പിക്കാനും അവരെ സംശയം തീർത്തുകൊണ്ടും ഒക്കെ നടക്കുന്ന സമയത്ത് ഇന്നലെ ഒരു പ്രത്യേകതയുണ്ടായി. ഒരു 2-3 പ്രൊഫസേഴ്സ് അവിടെ കളരി സന്ദർശിക്കാനായി വരുന്നു എന്ന് പറഞ്ഞു. മുൻകൂട്ടി അറിയിച്ചിട്ടാണ്. അത് ഒരാൾ USA ഇല്ലിനോയ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസറാണ്, മലയാളിയാണ്. മറ്റേ ആൾ ട്രിച്ചിയിൽ ഒരു പ്രൊഫസറാണ്, തമിഴ് വംശജനാണ്. മറ്റത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകളും. അങ്ങനെ 4 പേരാണ് വന്നത്. അവർ കളരിയെപ്പറ്റി മനസ്സിലാക്കാനാണ് വന്നത്. അവർക്കൊന്നും അറിയില്ല കളരിയെപ്പറ്റി. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു. അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ച് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ സാധിച്ച് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് പിന്നെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഇത് ഒരു വളരെ സമഗ്രമായ കലയാണല്ലോ, ഇതിലെല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു ഗീതയെ പറ്റിയുള്ള മെൻഷൻ വന്നു. വാസ്തവത്തിൽ അവർ ഫിസിക്സ് പ്രൊഫസേഴ്സ് ആയിരുന്നു, ക്വാണ്ടം ഫിസിക്സിൻ്റെ പണ്ഡിതന്മാരായിരുന്നു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്ദർഭവശാൽ പറഞ്ഞു, ഗീതയിലും ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ചെറിയ അംശങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫിസിക്സിസ്റ്റ് അല്ല, ഞാൻ ബൊട്ടാണിസ്റ്റാണ്. പക്ഷെ എന്നാലും എൻ്റെ കൂടെയുള്ള ചില ഫിസിക്സിൻ്റെ ആൾക്കാർ പറഞ്ഞു കേട്ടത് വെച്ച് അപ്പോൾ അവർ ചോദിച്ചു, അതെന്താണ്, അത് പ്രത്യേക സന്ദർഭം മനസ്സിലായില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഈ തേരിൽ കയറി അർജുനൻ തൻ്റെ പ്രതിയോഗികളെ കണ്ടപ്പോൾ പറയും, ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, ഗുരുജനങ്ങളാണ്, ഇവരോട് ഫൈറ്റ് ചെയ്യാനോ ഇവരെ കൊല്ലാനോ ഒന്നും എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ആ ഗാന്ധീപം പോലും കയ്യിൽ നിന്ന് ഊർന്ന് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗീത തുടങ്ങുമ്പോൾ തന്നെയുള്ള ഒരു ശ്ലോകമുണ്ട്. ഉണ്ടായിരുന്നില്ല ഇവരാരും, ഇനി ഇല്ലാതെയാവുന്നില്ല ഇവർ ഇനിയും എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും വീണ്ടും പറയും, ഒന്നും ഇവിടെ ഇല്ലാതാവുന്നില്ല, ബന്ധുജനങ്ങളും അവരവരും അല്ലെങ്കിൽ സാധന സാമഗ്രികളോ എന്തും ഒന്നും പുതുതായി ഉണ്ടാവുന്നില്ല, ഒന്നും നശിക്കുന്നുമില്ല എന്നൊരു തിയറിയുണ്ട്. അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ക്വാണ്ടം ഫിസിക്സ് തന്നെയാണ്.
അന്നത് വ്യാസൻ എന്തെങ്കിലും പരീക്ഷണം കൊണ്ട് മനസ്സിലാക്കിയോ എന്നൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അചുംബിതമായ ഭാവന അതിലേക്ക് പോയി എന്നതാണ് വാസ്തവം. അതിന് പിന്നെ അവരെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വെള്ളം ചെറുക്കച്ചിറയിലെ ലിറ്റർ കണക്കിന് വെള്ളമുണ്ട്. 12.5 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ആഴത്തിലുള്ള വെള്ളം. ഇത് മുഴുവൻ വേനൽക്കാലാകുമ്പോൾ എവിടെയാണ് പോയതെന്ന് നമുക്കറിയില്ല. പക്ഷേ ശാസ്ത്രം കൊണ്ട് നമുക്കറിയാം ഇതൊക്കെ നീരാവിയായി പോയത്. പക്ഷേ വെള്ളത്തിൻ്റെ രൂപത്തിലല്ല, വേറൊരു രൂപത്തിൽ അതിന് മാറ്റം വന്നു. അത് കുറച്ച് കഴിഞ്ഞ് തണുപ്പൊക്കെ വന്ന് കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വീണ്ടും അത് വെള്ളമായി, അതോ അല്ലെങ്കിൽ വേറെ എവിടെയോ ഉണ്ടായ നീരാവിയോ വെള്ളമായി ചെറുക്കച്ചിറയിൽ വീണ്ടും നിറയുന്നു. ഇനി അതല്ല, വേറെ രീതിയിലാണെങ്കിൽ അത് ഓക്സിജനും ഹൈഡ്രജനുമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ശ്വസിക്കാൻ പറ്റുന്ന ഓക്സിജനായി മാറും. രൂപമാറ്റം സംഭവിക്കുന്നു, ഇല്ലാതെയാവുന്നില്ല. നാമെല്ലാം ഇനിമേലിലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇതാക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല, പുതുതായിട്ട് ഒന്നും ഉണ്ടായത് നശിക്കുന്നുമില്ല, എനർജിയായും മാറ്ററായും മാറുകയാണ് എന്ന ഐൻസ്റ്റൈൻ്റെ തിയറി, പിൽക്കാലത്തുണ്ടായ ഐൻസ്റ്റൈൻ്റെ തിയറിയാണ് അന്ന് വ്യാസൻ തൻ്റെ ഭാവനയിൽ കണ്ടത്. അത് പറഞ്ഞ് ഉത്തേജിപ്പിച്ച് അർജുനനെ ഉദ്യുക്തനാക്കുകയാണ്, യുദ്ധത്തിന് ഉദ്യുക്തനാക്കുകയാണ്. അതും കഴിഞ്ഞ് ഒരു സന്ദർഭം കൂടി ഞാൻ പറഞ്ഞു. കാരണം ഈ കളരിപ്പയറ്റൊക്കെ പഠിച്ചാലും ഒരു ആയുധ സദാചാരം എന്ന് പറയുന്ന ഒന്ന് നമുക്കുണ്ട്. ആരോടെങ്കിലും പോയി അടിപിടി കൂടാനാണോ പഠിപ്പിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. ഈ കുട്ടികളൊക്കെ പഠിച്ചാൽ ആരെയും നേരിടാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അടിപിടി കൂടാൻ വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. അവരുടെ ദേഹരക്ഷ ഒന്ന് നോക്കണം, പിന്നെ അവരുടെ അധ്വാനം, ഒരു ആരോഗ്യം, ഇതൊക്കെ സംരക്ഷിക്കാനാണ്. പിന്നെ ഒരു മെൻ്റൽ ഒരു ഇതൊക്കെ വരും, മെച്യൂരിറ്റി. അത് പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ഈ ഗീതാജ്ഞാനം, ഗീത ഉപദേശമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് എന്ന് തോന്നുന്നു ധർമ്മപുത്രർ ഇറങ്ങി അല്ലേ എനിമി ക്യാമ്പിലേക്ക് നടക്കുന്നത്. ചട്ടയെല്ലാം അഴിച്ചു വെച്ച് എതിരാളിയുടെ കൗരവന്മാരുടെ ക്യാമ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ ചിന്തിച്ചു, ഇദ്ദേഹം ഇതൊക്കെ അഴിച്ചു വെച്ച് പോവുകയാണോ? പക്ഷേ കൃഷ്ണൻ മാത്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, അത് വേറൊരു കാര്യത്തിലാണ്. നേരെ പോയി ഭീഷ്മരെ കണ്ട്, ഭീഷ്മർ എതിരാളിയാണ്, ഭീഷ്മരെ കണ്ട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചെയ്തോളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് വേറൊരു ചോദ്യം കൂടി ചോദിക്കും, എങ്ങനെയാണ് അങ്ങയെ കൊല്ലേണ്ടത് എന്ന്. ആ വിദ്യ എനിക്കറിയില്ല. പറഞ്ഞു, അതൊന്നും ആയിട്ടില്ല, ആയുധമേന്തി നിൽക്കുന്ന എന്നെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല എന്ന കോൺഫിഡൻസ്. വ്യാസൻ പറഞ്ഞ അതേ കോൺഫിഡൻസ്. ഇതിലില്ലാത്തത് ഒന്നും മറ്റുള്ള ദിക്കിലില്ല. എൻ്റെ കൃതിയിലുള്ളത് മറ്റുള്ള പല കൃതികളിലും കാണും, പക്ഷേ ഇതിലില്ലാത്തത് വേറെ എവിടെയും കാണില്ല എന്ന് പറഞ്ഞ ആ ഓഥറുടെ കോൺഫിഡൻസ് തന്നെയാണ് ഇവിടെ ഭീഷ്മർക്കും ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് നേരെ ദ്രോണൻ്റെ അടുത്തേക്ക് പോയി, ഗുരുവാണ്, ചോദിക്കും, അങ്ങയോട് ഞാൻ ഫൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ അദ്ദേഹം പറയും, നീ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം, നീ ഇപ്പോൾ വന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ നിനക്ക് ഓൾ ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്, നീ ജയിച്ചു എന്നാണ് പറയുന്നത്. അത്ര കോൺഫിഡൻസ് ആണ്. അദ്ദേഹത്തോടും ചോദിക്കും, എങ്ങനെയാണ് അങ്ങയെ കൊല്ലേണ്ടത്? ആ വിദ്യ പറഞ്ഞതാ. ഭീഷ്മരും പറയും, ദ്രോണനും പറയും, ആയുധമെടുത്ത് നിൽക്കുന്ന എന്നെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. ഞാൻ എപ്പോഴെങ്കിലും നിരാശന അല്ലെങ്കിൽ ഒരു ഡിജക്റ്റഡായി ആയുധം ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് അശ്വത്ഥാമാഹത എന്നൊക്കെ പറഞ്ഞ കഥ എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെ കൃപനോടും മറ്റുള്ളവരോടും ഒക്കെ ചോദിച്ച്, ഗുരുജനങ്ങളോട് ചോദിച്ച് സമ്മതം വാങ്ങി മടങ്ങി വന്നിട്ടാണ് തേരിൽ കയറി ഈ യുദ്ധം അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ചെയ്ത ഒരു ധർമ്മയുദ്ധം ജയിച്ച ഒരു അർജുനനെയാണ് നാം കാണുന്നത്. അതുപോലെ നമുക്കുമൊക്കെ സ്വാമിജിയുടെ പ്രഭാഷണം കേട്ട് കർമ്മ ചെയ്യാനുള്ള ഇച്ഛയുണ്ടാകട്ടെ, നമ്മൾ ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. നമസ്കാരം.